ഹലോ, എന്നെ പരിചയപ്പെടുന്ന ആളുകളൊക്കെ എൻ്റെ നാട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ഞാൻ കൊച്ചിക്കാരിയാണെന്ന്. ഏത് കൊച്ചി? എവിടത്തെ കൊച്ചി? കൊച്ചി എവിടെ കിടക്കുന്നു? എൻ്റെ വീട് എവിടെ കിടക്കുന്നു? എറണാകുളത്താണ് ജനിച്ചതും വളർന്നതെങ്കിലും ഇന്നേ വരെ ഞാൻ കൊച്ചി മര്യാദയ്ക്ക് പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കൊച്ചി കാർണിവൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. ഉള്ളത് പറയാലോ, ഞാൻ ജനിച്ച് ഇത്രയും വർഷമായിട്ട് ഇന്നേ വരെ ഞാനൊരു കൊച്ചി കാർണിവൽ ഞാൻ എൻ്റെ ജന്മത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ദേ ഈ പോകുന്നത് എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ. എന്തോ ഒന്ന് നേടിയെടുത്ത സന്തോഷം അത് വേറെയും. ഈ വർഷവും കാർണിവൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ ഉത്തരം. എന്നാൽ ഒറ്റ മൈൻഡ് ഒറ്റ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഞങ്ങളെല്ലാവരും ഇങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ ഗ്യാങ്ങിലെ എല്ലാവരും ഇല്ലെങ്കിലും ഉള്ള ആൾക്കാരെ വെച്ചിട്ടാണ് ഞങ്ങളിത് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ തിരക്കിൻ്റെ കാര്യങ്ങൾ പറയേണ്ടത് തന്നെ അറിയാമല്ലോ. എന്തായാലും ബ്ലോക്ക് കാര്യങ്ങൾ കിട്ടും എന്നുള്ളൊരു മൈൻഡിൽ തന്നെയാണ് ഈ ഒരു സാഹസികമാർന്ന ഈ ഒരു യാത്ര ഞങ്ങളെല്ലാവരും ഒറ്റയടിക്ക് തീരുമാനമെടുത്ത് ഇങ്ങനെ ഇറങ്ങിയത്. ഇത്തവണ നാട്ടിലെത്തിയപ്പോഴെങ്കിലും കാർണിവൽ കാണാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കൊച്ചിയിലെങ്കിലും പോയാലോ എന്ന് എല്ലാവരോടും ഞാൻ ചോദിച്ചു. ഇന്ന് പോകാം, നാളെ പോകാം, മറ്റന്നാൾ പോകാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡേറ്റുകൾ അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേ. അങ്ങനെ ഈ വർഷവും കാർണിവൽ കാണാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമൊക്കെ എനിക്ക് ഏകദേശം എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചിരുന്നു. പിന്നെ ഏതോ ഒരു മൊമെൻറ്റിൽ തോന്നിയ ഒരു തോന്നലിൻ്റെ പുറത്താണതേ ഇപ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങി തിരിച്ചത്. എല്ലാ തവണയും കൊച്ചിയിലെ ന്യൂ ഇയർ കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നത് ഒന്നല്ലെങ്കിൽ ഫോണിലൂടെ, അതല്ലെങ്കിൽ ടി വിയിലെ ന്യൂസ് കാര്യങ്ങളിലൂടെയൊക്കെയായിരുന്നു. ഈ തവണയാണ് അത് ഞാനൊന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. ഓരോ വർഷവും ഈ കാണുന്ന മുത്തശ്ശിമരം ഏത് കളറിലാണ് മുങ്ങാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എല്ലായ്പ്പോഴും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. എന്തായാലും മഞ്ഞ നിറത്തിൽ കുളിച്ച് നിൽക്കുന്ന ഈ ഒരു മുത്തശ്ശിമരം ഈ തവണയെങ്കിലും എനിക്ക് നേരിൽ കാണാനായിട്ടൊന്നും പറ്റിയല്ലോ. ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും ഒരു പാർട്ടി മൂഡായിരുന്നു. ആരുടെ മുഖത്തും സങ്കടങ്ങളൊന്നും കണ്ടില്ല. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കുന്നുണ്ടായിരുന്നു. ചെറിയ ആൾക്കാർ തൊട്ട് മുതിർന്ന ആൾക്കാർ വരെ എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എക്സിറ്റ് അടിക്കാറായപ്പോഴേക്കും എനിക്ക് അവിടെ കിടന്ന ഒരു സ്റ്റാറും കിട്ടി. പിന്നെ ഞങ്ങളുടെ മറിയാമ്മ ചേട്ടത്തി കൂടെ ഇല്ലാത്തതിൻ്റെ ആ ഒരു ഇത് ഞങ്ങളുടെ ബേസിൽ ചേട്ടയെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആരുടെ കഞ്ഞിലും പാറ്റിയിടാനൊന്നും പോകുന്നില്ലേ. അവിടെ നിന്ന് അങ്ങനെ എക്സിറ്റ് അടിക്കാൻ നേരത്ത് അല്ലറച്ചില്ലറ ബ്ലോക്ക് കാര്യങ്ങൾ കിട്ടി എങ്കിലും പോസ്റ്റ് ആവേണ്ടതായിട്ട് വന്നില്ല. പിന്നെ ആ ഒരു ടൈമിൽ അവിടെ വെച്ച് വേറൊരു തീരുമാനം കൂടി എടുത്തു. നമുക്കെന്നാൽ എടപ്പള്ളി പള്ളിയിലും കൂടി ഇന്ന് കയറിയിട്ട് വന്നാലോ, അവിടുത്തെ ലൈറ്റ്സ് ഡെക്കറേഷൻസ് എങ്ങനെയുണ്ടെന്ന് കാണാനായിട്ട്. ഏത് ഗുളികയും കയറി നേരത്താണാവോ ആ ഒരു തീരുമാനം എടുക്കാൻ തോന്നിയതെന്ന് എനിക്കറിയില്ല. അവിടെ എത്തിയപ്പോൾ ലൈറ്റ്സും ഇല്ല, ഒന്നുമില്ല. ക്രിസ്മസ് കഴിഞ്ഞപ്പോഴേക്ക് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഓഫാക്കിയിടാനുള്ള കാരണം എന്തായിരിക്കും?